പീപ്പിൾ എക്സ്ക്ലൂസീവ് മദ്യരാജ വിജയ് മല്യയ്ക്ക് സംസ്ഥാന സർക്കാർ ഭൂമി പതിച്ചു നൽകി. ഡിസ്റ്റിലറി തുടങ്ങാൻ വിജയ് മല്യയ്ക്ക് സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് പതിച്ചു നൽകിയത് 20 ഏക്കർ ഭൂമി. ഈ ഇടപാടിലൂടെ ഖജനാവിന് നഷ്ടമായത് 65 കോടിയോളം രൂപ. രേഖകൾ പീപ്പിളിന് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, മദ്യരാജ വിജയ് മല്യയ്ക്കാണ് സർക്കാർ ഭൂമി പതിച്ചു നൽകിയതായുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തുവിടുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? സോമി, സർക്കാരിൻ്റെ മദ്യനയം എന്നത് മദ്യനിരോധനമാണ്. ഘട്ടം ഘട്ടമായി മദ്യം സംസ്ഥാനത്ത് നിരോധിക്കും. അതിൻ്റെ പ്രാരംഭ നടപടികൾ ഒരു വർഷം മുൻപ് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകൾ 10% വീതം ഓരോ വർഷവും അടച്ച് പൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ബാറുകളിൽ മദ്യം നിരോധിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിലാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വരുന്നത്. അതായത് മദ്യരാജാവ് വിജയ് മല്യയുടെ യുണൈറ്റഡ് ബ്രീവറീസ് എന്ന കമ്പനിക്ക് 20 ഏക്കർ സ്ഥലമാണ് സംസ്ഥാന സർക്കാർ പതിച്ച് നൽകിയിരിക്കുന്നത്. പാലക്കാട് പുതുശ്ശേരി വെസ്റ്റിലാണ് 20 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ പതിച്ചു നൽകിയത്. അതായത് സെന്റിന് 70,000 രൂപ വീതം 14 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിന് ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇവിടെ സെന്റിന് 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വിലയുണ്ട് എന്നുള്ളതാണ് വസ്തുത. 20 ഏക്കർ സ്ഥലത്തിന് 14 കോടി രൂപ സംസ്ഥാന സർക്കാർ വാങ്ങിയപ്പോൾ ഖജനാവിനുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 65 കോടി രൂപയാണ്. അതായത് സെന്റിന് 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്ഥലത്ത് 70,000 കേവലം 70,000 രൂപ വിലയ്ക്കാണ് വിജയ് മല്യയ്ക്ക് ഈ ഭൂമി സർക്കാർ നൽകിയത്. അതും ഡിസ്റ്റിലറി വിജയ് മല്യയുടെ യുണൈറ്റഡ് ബ്രീവറീസ് എന്ന കമ്പനിക്ക് ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്രയും ഭൂമി അനുവദിച്ചത്. മദ്യ നിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കും. അതിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മദ്യം ഉണ്ടാക്കുന്ന കമ്പനിക്ക് സംസ്ഥാന സർക്കാർ കമ്പനി നിർമ്മിക്കാൻ അവിടെ സ്ഥലം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം, സംസ്ഥാന സർക്കാർ മദ്യനിരോധനം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് മദ്യ രാജാക്കന്മാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് മദ്യത്തിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ മദ്യ നയം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഒരു വശത്ത് മദ്യം നിരോധനം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ മറുവശത്ത് മദ്യരാജാവായിട്ടുള്ള മല്യയ്ക്ക് ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് വേണ്ടി കുറഞ്ഞ വിലയ്ക്ക് ഭൂമി നൽകുന്ന ഒരു സാഹചര്യം, ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഉണ്ടാക്കിയ ഒരു കച്ചവടം തന്നെ എന്ന് പറയേണ്ടി വരും. ഇതിലൂടെ ആർക്കൊക്കെ എത്ര കോടി രൂപ കൈകളിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതും പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണ്. സോമി, ദിനകർ പറഞ്ഞതുപോലെ തന്നെ സെന്റിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയാണ് 70,000 രൂപ നിരക്കിൽ ഇപ്പോൾ വിജയ് മല്യയ്ക്ക് സർക്കാർ പതിച്ചു നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ അട്ടിമറി, ഒപ്പം തന്നെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മദ്യനയത്തിന്മേലുള്ള ഇരട്ടത്താപ്പ്, അത് തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ വ്യക്തമാകുന്നത്. UB ഗ്രൂപ്പിനെ പോലെയുള്ള മദ്യ ഗ്രൂപ്പിന് ഇത്തരത്തിൽ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് പതിച്ചു നൽകുമ്പോൾ? സോമി, തീർച്ചയായും ചെറിയ വിലയ്ക്ക് ഭൂമി പതിച്ചു നൽകുന്നു. അത് സർക്കാരിന് ഖജനാവിന് കോടികളുടെ നഷ്ടം ഉണ്ടാക്കുന്നു. മറുവശത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്, വീടില്ലാത്ത ആളുകൾ ഉണ്ട്. ഇവർക്കൊക്കെയും ഭൂമി നൽകുമെന്ന് വാഗ്ദാനം സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ അവർക്ക് ഭൂമി നൽകാതെ, അല്ലെങ്കിൽ 1 സെൻറ്റോ 2 സെൻറ്റോ ഭൂമി നൽകാതെ, വീട് നൽകാതെ ഇത്തരത്തിൽ മദ്യ രാജാക്കന്മാരെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവിടെ മദ്യം യഥേഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ലക്ഷക്കണക്കിന് പാവപ്പെട്ട നിരവധി ആളുകളുണ്ട്. ഇവർക്കൊക്കെയും ഭൂമി നൽകാതെ മദ്യരാജാക്കന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി നൽകുന്ന ഒരു സമീപനം കൂടി സംസ്ഥാന സർക്കാർ, UDF സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് പാലക്കാട് ഇത്തരത്തിൽ 20 ഏക്കർ ഭൂമി പതിച്ചു നൽകിയതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം സംസ്ഥാന ഖജനാവിന് കോടികൾ നഷ്ടമുണ്ടാക്കുന്ന ഒരു ഇടപാട് കൂടി എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. മറുവശത്ത് വാദിക്കുന്നവർക്ക് വേണമെങ്കിൽ വാദിക്കാം, ഇത് വ്യവസായം കൊണ്ടുവരാനാണ്, ഇവിടെ നിരവധി പേർക്ക് ജോലി നൽകാൻ കഴിയും എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം, മദ്യ നിരോധനം സംസ്ഥാനത്ത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു, നയമുണ്ടാക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ എന്തിനാണ് മദ്യരാജാവ് വിജയ് മല്യയുടെ യുണൈറ്റഡ് ബ്രീവറീസ് എന്ന കമ്പനിക്ക് 20 ഏക്കർ സ്ഥലം പതിച്ചു നൽകി ഇവിടെ മദ്യ കമ്പനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള, ഡിസ്റ്റിലറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. സ്വാഭാവികമായും ആ ചോദ്യം ഉയരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം എന്ത് എന്നുള്ളത് കൂടി വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ നമ്മൾ കണ്ടു. 6 ബാറുകൾ കൂടി തുറക്കാൻ അനുമതി സംസ്ഥാന സർക്കാർ
അനുമതി നൽകി. അത് വലിയ വിവാദമായിരിക്കുന്ന ഒരു പശ്ചാത്തലം. മദ്യനിരോധനം പ്രാവർത്തികമാക്കാനായിരുന്നുവെങ്കിൽ 5 സ്റ്റാർ ഉൾപ്പെടെയുള്ള ബാറുകൾക്ക് ഇനി ബാറുകൾ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് 3 സ്റ്റാർ ആയിട്ടുള്ള ബാറുകൾ 5 സ്റ്റാർ ആയി ഉയർത്തിക്കൊണ്ട് ദിനകറിലേക്ക് വരാം. ഇപ്പോൾ ഹരീഷ് വാസുദേവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവ്, ഇപ്പോഴും സംസ്ഥാനത്ത് ഒട്ടേറെ പേർക്ക് ഭൂമി ഇല്ലാതുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ആദിവാസികൾക്ക് ഇത്തരത്തിൽ ഭൂമി ലഭിക്കാതെയുണ്ട്. ഭൂമി കൊടുക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും ഇപ്പോഴും അതൊന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മദ്യരാജാവായ വിജയമല്യയുടെ UB ഗ്രൂപ്പിന് സർക്കാർ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത്, അതും തുച്ഛമായ വിലയ്ക്ക് മാത്രം. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? കേരളത്തിൽ സർക്കാരിന് ഭൂമി പതിച്ചു കൊടുക്കാൻ കഴിയുന്ന നിയമം എന്ന് പറയുന്നത് ലാൻഡ് അസൈൻമെന്റ് ആക്ട് ആണ്. ഭൂമി പതിവ് നിയമം അനുസരിച്ച് അതിന്റെ ചട്ടം 7 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ ആദ്യ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഭൂമി ഇല്ലാത്ത ആളുകൾ, ഭൂരഹിതരായിട്ടുള്ള ആളുകളാണ്. 2,30,000 പരം ഭൂരഹിതരായിട്ടുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു വ്യവസായ ഗ്രൂപ്പിന് ഇത്തരത്തിൽ ഭൂമി പതിച്ചു കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമലംഘനമാണ്. അത് എബ്രഹാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്ക് എതിരാണ്. തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട അതിന്റെ പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 70,000 രൂപയെ വാങ്ങിയിട്ടുള്ളൂ എന്ന് നിങ്ങളുടെ വാർത്ത പറയുന്നത് ശരിയാണെങ്കിൽ അത് മറ്റൊരു നിയമലംഘനമാണ്. കാരണം വ്യക്തികൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ, ഭൂരഹിതർക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ന്യായവില ഈടാക്കേണ്ടതില്ല. എന്നാൽ വ്യവസായ ഗ്രൂപ്പുകൾക്ക് പതിച്ചു കൊടുക്കുമ്പോൾ ഭൂമിയുടെ മാർക്കറ്റ് വില ഈടാക്കിക്കൊണ്ട് മാത്രമേ സർക്കാരിന് ഭൂമി പതിച്ചു നൽകാനുള്ള നിയമപരമായ അധികാരം ഗവൺമെന്റിനുള്ളൂ. അത് മറികടന്നുകൊണ്ട് സർക്കാർ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിന്റെ രേഖകൾ തീർച്ചയായിട്ടും ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വിജയമല്യയെ പോലെ ഒരു ആളെ സംബന്ധിച്ച് ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം ബാങ്കുകളിൽ നിന്ന് 7,000 കോടിയോളം രൂപയാണ് തട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഇന്ത്യ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. പ്രത്യേകിച്ച് കരിമ്പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് വിജയമല്യയുടെ പേഴ്സണാലിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഇത്തരത്തിൽ ഭൂമി പതിച്ചു നൽകിക്കൊണ്ട് മദ്യരാജാവിനെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയമല്യ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ തള്ളാവുന്നതാണ്. നമ്മൾ സന്തോഷ് മാധവന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഒരു കരിമ്പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു കമ്പനിയാണ് വിജയമല്യയുടെ കമ്പനി. അത് വർഷങ്ങളായി നമുക്കറിയാവുന്നതാണ്. ഒരു 2 വർഷമെങ്കിലുമായി അദ്ദേഹം ഈ കമ്പനി കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്കും ബാങ്കുകൾക്കും തിരിച്ചടവ് കൊടുക്കാനുണ്ട്. അത് മുങ്ങുന്ന കപ്പലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ കമ്പനിക്ക് ഭൂമി പതിച്ചു കൊടുത്തു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. കാരണം സാധാരണഗതിയിൽ നമ്മൾ ലീസിന് ചോദിച്ചാൽ ലീസിനൊക്കെ ഭൂമി കൊടുക്കാറുണ്ട്. ചെറിയ കാലയളവിലേക്ക് ചിലപ്പോൾ സർക്കാർ വാടകയ്ക്ക് ഭൂമി കൊടുക്കാറുണ്ട്. അത്തരത്തിലല്ലാതെ ഒരു ഭൂമി പതിച്ചു കൊടുത്തു എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഏതറ്റം വരെയും ഈ കൊള്ള സംഘം പോകും എന്നുള്ളതിന് തെളിവാണ്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കടുംവിട്ട് തീരുമാനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഏതൊക്കെ ഭാഗം ഏതൊക്കെ കമ്പനികൾക്ക് എഴുതി വിറ്റു എന്നുള്ള കാര്യം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം എന്ന മുദ്രാവാക്യവുമായി UDFന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നതും നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും. അതിലൊരു വിരോധാഭാസം കൂടി താങ്കൾ ഓർക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ വ്യക്തമായ ഒരു അട്ടിമറി കൂടിയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അല്ല, UDF സർക്കാരിന്റെ മദ്യനയം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. കൂടുതൽ 5 സ്റ്റാർ ബാറുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. ഒരു വശത്ത് മദ്യ നിരോധനത്തെ പറ്റി പറയുന്നു. KPCC പ്രസിഡന്റ് പുതിയ ബാറുകൾ കൊടുത്തത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ ഒരു എല്ലാ തരത്തിലും അതിന്റെ ഒരു നിയമവിരുദ്ധമായ വശം അതിനകത്തുണ്ട്. അതിനകത്ത് ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഇതൊന്നും UDFന് ഒരു വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇത് 2 സർക്കാരുകളുടെ കാലത്ത് നടന്ന ഭൂമി പതിവുകളുടെ ഒരു രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ള ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷം. ഈ ഒരു വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള നിയമലംഘനങ്ങളായ പതിച്ചു കൊടുക്കലുകൾ ഏതൊക്കെ സർക്കാർ ഭൂമി ഇത്തരം ഗ്രൂപ്പുകൾക്ക് നൽകി, പ്രത്യേകിച്ച് മദ്യ കമ്പനികൾക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും പണമില്ലാത്ത ആളുകളല്ല, 5 സെന്റ് പോലും ഭൂമി വാങ്ങാൻ കഴിവില്ലാത്ത ആളുകൾ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ്. അപ്പം ആരുടെയാണ് പ്രയോറിറ്റി?
ആർക്കാണ് UDF സർക്കാരിൽ ആക്സസ് ലഭിക്കുന്നത്, ആർക്കാണ് ഉമ്മൻചാണ്ടി പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ MV ജയരാജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ MV ജയരാജൻ, സർക്കാർ ഭൂമി പതിച്ചു നൽകുന്ന കഥകൾ ഇനിയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ മധ്യരാജാവായ വിജയ മല്യയ്ക്കാണ് സംസ്ഥാന സർക്കാർ ഭൂമി പതിച്ചു നൽകിയെന്നുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ അടക്കം നമ്മൾ പുറത്തു വിടുന്നത്. എങ്ങനെയാണ് ഇതിനോട് താങ്കൾ പ്രതികരിക്കുന്നത്? ഈ സർക്കാർ സമ്പന്നന്മാരുടെ സർക്കാരാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്നത് ഭൂമാഫിയകൾക്ക് വേണ്ടിയാണ്. ക്രിമിനലായി കണ്ട് നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്ന പിടികിട്ട പുള്ളിക്ക് കേരളത്തിൽ പോലും ഭൂമി നൽകത്തക്ക ഒരു നിലപാട് ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ആശ്ചര്യകരമാണ്. പിന്നെ എന്ത് നെറികേടും എന്ത് കൊള്ളരുതായ്മയും കാട്ടുന്ന ഒരു സർക്കാരിന് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? അപ്പോൾ മെയ് 16 ബാലറ്റിലൂടെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുക തന്നെ ചെയ്യും എന്ന് നമുക്ക് അറിയാം. കാരണം ഭൂമി ദാനം ചെയ്ത് നൽകുന്നതിൽ ഈ ഗവൺമെന്റ് സർവകാല റെക്കോർഡും തകർത്തു. തീവട്ടി കൊള്ളയാണ് നടക്കുന്നത്. പല തീരുമാനങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അഴിമതി നിരോധന നിയമമനുസരിച്ച് കേസെടുത്തു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഭൂമി ദാനത്തെ കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പേരിൽ 5 അഴിമതി കേസുകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് അഴിമതി തടയണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനകളും വ്യക്തികളും കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഭൂദാനത്തെ കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ്. അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ സർക്കാരിന്റെ അഴിമതിയിലൂടെ പണമുണ്ടാക്കാൻ വേണ്ടി ആർത്തിയോടെ നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭരണമായിട്ട് വിലയിരുത്തും. ശ്രീ MV ജയരാജൻ, ഇവിടെ ഭൂമി പതിച്ചു നൽകിയത് എന്തിനാണെന്നുള്ള വിഷയവും കൂടി പ്രസക്തമാണ്. മധ്യരാജാവ് വിജയ മല്യയുടെ UB ഗ്രൂപ്പിന് ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് ഇത്തരത്തിൽ ഒരു ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മദ്യനയം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യം പൂർണ്ണമായി നിരോധിക്കുക എന്നതാണ്. പക്ഷേ അതിനെല്ലാം വിപരീതമായി മധ്യരാജാവിനെ വിളിച്ചു വരുത്തി ഡിസ്റ്റിലറി തുടങ്ങാൻ സർക്കാർ ഭൂമി പതിച്ചു നൽകുന്നു എന്നതാണ്. നിരോധിക്കുമെന്ന UDF സർക്കാരിന്റെ നയം ഘട്ടം ഘട്ടമായി അഴിമതി നടത്തുക എന്നതാണെന്ന് നിരവധി അനുഭവങ്ങളിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു. സമ്പൂർണ്ണ മദ്യ നിരോധനം UDF മാനിഫെസ്റ്റോവിൽ ഉൾപ്പെടുത്തുന്നതായ പ്രഖ്യാപനം വന്ന ദിവസമാണ് 6 പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് തീരുമാനമെടുത്തത്. അപ്പോ ഡിസ്റ്റിലറി ആരംഭിക്കാൻ വേണ്ടി ഭൂമി പതിച്ചു നൽകുന്ന നടപടിയും ഇതിന്റെ മാത്രമേ കാണാൻ കഴിയൂ. മദ്യ മുതലാളിയെ സംരക്ഷിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. 3 ലക്ഷത്തോളം ഭൂരഹിതർ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി യാചിക്കുമ്പോൾ അവർക്ക് ഭൂമി കൊടുക്കാതെ വിജയ് മല്യയെ പോലുള്ള മദ്യരാജാക്കന്മാരാണ് കേരളത്തിന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് UDF സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ മദ്യം ഒഴുക്കുകയാണ്, അല്ലാതെ മദ്യ നിരോധനമല്ല ഇവരുടെ നയം. ദയവായി തുടരുക ശ്രീ MV ജയരാജൻ. ഇപ്പോൾ CR നീലകണ്ഠൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ വിജയ മല്യയുടെ UB ഗ്രൂപ്പിന് സർക്കാർ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നു. ഭൂപരിഷ്കരണ നിയമങ്ങളുടെ വ്യക്തമായ അട്ടിമറി, ഒപ്പം തന്നെ മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന് പറയുന്ന സർക്കാർ നയത്തിന്റെ വലിയ തരത്തിലുള്ള പിന്നോട്ടുപോക്ക്, ഒപ്പം തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഉള്ള വ്യക്തിക്ക് സർക്കാർ ഭൂമി തുച്ഛമായ വിലയിൽ നൽകിയിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് സർക്കാർ ഭൂമി പതിച്ചു നൽകിയതിലൂടെ വിരൽ ചൂണ്ടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും വളരെ 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 മോശപ്പെട്ട തരം താഴ്ന്ന ഒരു നടപടിയാണ് വിജയ മല്യയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ UB ഗ്രൂപ്പിന് ഈ ഘട്ടത്തിൽ പോലും ഭൂമി നൽകാൻ ഒരു സർക്കാർ തയ്യാറാവുന്നത്.
അദ്ദേഹം ഇപ്പൊ വിദേശത്ത് പിടികിട്ടാ പുള്ളിയായോ അല്ലെങ്കിൽ പാസ്പോർട്ട് കണ്ടുകെട്ടപ്പെട്ട പുള്ളിയായോ കിടക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. അതിന് നിയമപരമായ വശം അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനേക്കാൾ ഉപരി താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, ഭൂമി എന്തിനു വേണ്ടി ഉപയോഗിക്കണം കേരളം പോലൊരു സ്ഥലത്ത്? കേരളം പോലൊരു ഭൂമി മാത്രമല്ല, വിജയ് മല്യയ്ക്ക് അവിടെ കൊടുത്താൽ നമുക്കറിയാം, ഇത് ബ്രൂവറീസ് വർക്ക് ചെയ്യണമെങ്കിൽ വൻതോതിൽ ജലം വേണം. പാലക്കാട് ജില്ല പ്ലാച്ചിമടയുടെ ജില്ല കൂടിയാണ്. അവിടെ ഇത് കൊടുത്താൽ ഇനി എത്ര കോടി ലിറ്റർ വെള്ളം വീതം ഇവരെ ഊറ്റിയെടുക്കും? ഭൂഗർഭജലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജലം എന്നൊരു ചോദ്യമുണ്ട്. മൂന്നാമത്, ഈ പറഞ്ഞതുപോലെ മദ്യത്തിനോടുള്ള UDFന്റെ നയം, അതിലെ കാപട്യം വളരെ കൃത്യമായി തുറന്നു കാട്ടുകയാണ്. മദ്യ ഉപഭോഗം കുറയ്ക്കും, ഉൽപാദനം കൂട്ടും എന്നതാണോ നയം എന്ന ചോദ്യമുണ്ട്, നയപരമായി ചോദ്യം. അതിലൊക്കെ പ്രധാനം ഭൂമി ആർക്കാണ് എന്ന്. ഭൂമിയുടെ അവകാശികൾ യഥാർത്ഥത്തിൽ ഭൂരഹിതരായ മനുഷ്യരും കർഷകരും അതുപോലെയുള്ള ആളുകളുമാണ്. അവർക്ക് കൊടുക്കാൻ ഭൂമിയില്ല. അവര് ഒരു ആദിവാസിക്ക് കൊടുക്കാൻ ഭൂമിയില്ല, ചെങ്ങറ സമരക്കാർക്ക് കൊടുക്കാൻ ഭൂമിയില്ല, ഭൂരഹിതരായവർക്ക് വീട് വെക്കാനുള്ളവർക്ക് കൊടുക്കാൻ ഭൂമിയില്ല. ആ ഘട്ടത്തിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് ഒരു വ്യവസായത്തിന് എന്നുള്ള പേരിലായിരിക്കും ഇത് കൊടുത്തിരിക്കുക. ഞാൻ വിചാരിക്കുന്നത് വ്യവസായമാകുമ്പോൾ ഭൂപരിഷ്കരണ നിയമം ബാധകമല്ല എന്ന് ഒഴിവ് കണ്ടെത്തിക്കൊണ്ട് സൂത്രപ്പണിയിലൂടെ ആയിരിക്കും കൊടുത്തിരിക്കുക. എന്തായാലും ആ അർത്ഥത്തിൽ കൊടുക്കുന്നു. ഇവിടെ UDF സർക്കാർ മറുപടി പറയേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞത്. ഇതിനു വേണ്ടി വരുന്ന വെള്ളം എവിടെ നിന്ന് കിട്ടും എന്ന ചോദ്യം കൂടി. പ്രത്യേകിച്ചും കടുത്ത വരൾച്ച കേരളം നേരിടുമ്പോൾ ബിയറും അല്ലെങ്കിൽ മദ്യവും ഉണ്ടാക്കാൻ ഒരു കുപ്പി മദ്യത്തിന് 8 കുപ്പി വെള്ളമെങ്കിലും വേണം അത് ഉണ്ടാക്കാൻ. പിന്നെ അത് കുടിക്കാൻ വേറെയും 10 കുപ്പി വെള്ളം വേണം. ആ അർത്ഥത്തിൽ എത്ര വലിയ ജലക്ഷാമമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പോലും പരിഗണിക്കാതെ ഇപ്പൊ ഇത് കൊടുത്തുവെങ്കിൽ അതിന് അവർ കൃത്യമായി തന്നെ മറുപടി പറയേണ്ടി വരും ജനങ്ങളോട്. തീർച്ചയായിട്ടും CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ വ്യവസായ ഗ്രൂപ്പിന് ഭൂമി പതിച്ചു നൽകുമ്പോൾ അതിനുള്ള ന്യായീകരണവും സർക്കാർ പറയുന്നുണ്ടാവും, ഇത് വ്യവസായത്തിന് വേണ്ടിയാണ് എന്നത്. പക്ഷേ വ്യവസായ ഗ്രൂപ്പിന് ഭൂമി പതിച്ചു നൽകുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഇത്തരത്തിൽ തുച്ഛമായ വിലയ്ക്ക് ഭൂമി നൽകി ഖജനാവിന് ഇത്രയധികം നഷ്ടം വരുത്തി വെക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള വികാരം എന്തായിരിക്കും? അതിന് പിന്നിലുള്ള വികാരം അന്വേഷിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് പോകണ്ട. അത് വലിയ അഴിമതിന്റെ പിന്നിലുണ്ട്. മല്ലയ്യ ആരാണെന്നൊന്നും പിന്നെ അറിയേണ്ട കാര്യമില്ല. ഏത് അഴിമതിയുടെയും ഏത് അറ്റം വരെയും പോകാൻ കഴിവുള്ള ആളാണ് മല്ലയ്യ. ആ മല്ലയ്യക്ക് വേണ്ടി കേരളത്തിലെ മന്ത്രിസഭയിലോ കേരളത്തിലെ ഉദ്യോഗസ്ഥരിലോ ചില ഏജന്റുമാർ പ്രവർത്തിച്ചുവെങ്കിൽ അതിന് കാരണം എന്തായാലും വ്യവസായ സ്നേഹമായിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണ്ടാവും. മാത്രവുമല്ല, ഭൂമിയുടെ വില, അത് താങ്കൾ ചോദിച്ചിരിക്കുന്നത്, ഭൂമിയുടെ വില എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ വലിയ ഊഹക്കച്ചവടം നടക്കുന്ന ഒരു സാധനമാണ്. ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന സാധനം ഭൂമിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഭൂമി എങ്ങനെ പതിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ കണ്ടതാണ്, ശ്രീ അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലടക്കം ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക്, വർഗീയ ജാതീയ സ്ഥാപനങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ഭൂമി കൊടുത്തു. മാത്രമല്ല, ഭൂമി അങ്ങനെ കൊടുക്കണമെങ്കിൽ, വ്യവസായിക ആവശ്യത്തിന് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭൂമി കൊടുക്കണമെങ്കിൽ ഉറപ്പാണ് അതിന് ലാൻഡ് അസൈൻമെന്റ് ആക്ട് ഉണ്ട്, അതിന്റെ ലംഘനമാണ്. ഇതൊക്കെ ലംഘിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് ആരാന്ന് എനിക്കറിയില്ല, അവരെല്ലാം ചേർന്ന് ചെയ്തെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ പണത്തിന്റെ ഒഴുക്കുണ്ട് എന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെയധികം നന്ദി CR നീലകണ്ഠൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിനൊപ്പം MV ജയരാജനും നന്ദി. KG ദിനകറിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. ദിനകർ, ഈ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ മദ്യനയത്തിലുള്ള ഇരട്ടത്താപ്പ്, ഭൂപരിഷ്കരണ നിയമത്തിലുള്ള തിരിച്ചടി, അത്തരത്തിൽ എല്ലാ തരത്തിലും വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിലൂടെ സർക്കാരിൻ്റെ ഖജനാവിനുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 65 ലക്ഷം രൂപ കൂടിയാണ്. സോമി, 65 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ 65 കോടിയോ അതിലധികമോ ആണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. കാരണം അവിടെ ലക്ഷക്കണക്കിന് രൂപയാണ് സെന്റിന് വിലയുള്ളത് എന്നിരിക്കെയാണ് കേവലം 70,000 രൂപ സെന്റിന് ഭൂമി നൽകിയത്. സർക്കാരിൻ്റെ മദ്യനയം നമുക്കറിയാം, മദ്യ നിരോധനം സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഘട്ടം ഘട്ടമായി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നു, ബാറുകളിൽ ബിയർ, വൈൻ മാത്രം ആക്കുന്നു, മദ്യം ഒഴിവാക്കുന്നു. ഈ ഘട്ടത്തിലാണ് വിജയ് മല്യയ്ക്ക് 20 ഏക്കർ സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് നൽകിക്കൊണ്ട് മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്പനി രൂപീകരിക്കാൻ അവിടെ സ്ഥലം വിട്ടു നൽകുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് സ്വാഭാവികമായും സർക്കാരിൻ്റെ മദ്യനയം എന്ത് എന്നുള്ളത് തന്നെയാണ്. കാരണം
മദ്യനിരോധനം നടപ്പാക്കിയ ശേഷവും കഴിഞ്ഞ ദിവസം 6 ബാറുകൾക്ക് കൂടി കഴിഞ്ഞ മാസങ്ങളിൽ സർക്കാർ അനുമതി നൽകി. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറുകൾ അനുവദിക്കാം എന്നാണ് സർക്കാരിൻ്റെ നയം എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും 3 സ്റ്റാറുകളായിരുന്ന ഹോട്ടലുകൾ 5 സ്റ്റാർ ആക്കി ഉയർത്തിയതിനു ശേഷമാണ് ഈ ബാറുകൾക്ക് ലൈസൻസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയും നിരവധി ബാറുകൾ ലൈസൻസിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാക്കി മാറ്റിക്കൊണ്ട് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് വിജയ് മല്യയ്ക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന 3 മുതൽ 5 ലക്ഷം രൂപ വരെ വില വരുന്ന സ്ഥലം കേവലം 70,000 രൂപയ്ക്ക് നൽകിയത് എന്ന വസ്തുതയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും അതിലൂടെ ഖജനാവിനുണ്ടാകുന്ന നഷ്ടം കോടികളുടേതാണ്. 80 കോടി രൂപ, ഏറ്റവും കുറഞ്ഞത് 80 കോടി രൂപയെങ്കിലും കിട്ടേണ്ടടുത്ത് സർക്കാരിന് ലഭിച്ചത് കേവലം 14 കോടി രൂപ മാത്രമാണ്. അതിലൂടെ ഇതിനു പിന്നിൽ ആർക്കൊക്കെ നേട്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്വാഭാവികമായും വിജയ് മല്യ 10,000 കോടി രൂപയുടെ ബാങ്കുകളുമായി വെട്ടിച്ചുകൊണ്ട് രാജ്യം വിട്ട ഒരു വ്യക്തി കൂടിയാണ് വിജയ് മല്യ. ഈ ഘട്ടത്തിലാണ് സർക്കാരിൻ്റെ മദ്യനയവും ഇതുമായി നമ്മൾ കൂട്ടിവായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ഒരു വശത്ത് മദ്യനിരോധനം നടപ്പാക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് വിജയ് മല്യയെ പോലെയുള്ള ആളുകളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് മദ്യത്തിൻ്റെ ഒഴുക്ക് കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ മറവിൽ മദ്യ കമ്പനികൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് വസ്തുത. സോമി, മദ്യരാജാവ് വിജയ് മല്യയ്ക്ക് സംസ്ഥാന സർക്കാർ ഭൂമി പതിച്ച് നൽകി. ഡിസ്റ്റിലറി തുടങ്ങാൻ വിജയ് മല്യയ്ക്ക് സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് പതിച്ചു നൽകിയത് 20 ഏക്കർ ഭൂമിയാണ്. ഈ ഇടപാടിലൂടെ ഖജനാവിന് നഷ്ടമായത് 65 കോടിയോളം രൂപ. രേഖകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിമാരെ സോളാർ കമ്മീഷൻ ഇന്ന് വിസ്തരിക്കും. ശ്രീകുമാർ, ലതാ പണിക്കർ എന്നിവരെയാണ് കമ്മീഷൻ ഇന്ന് വിസ്തരിക്കുന്നത്. ഡിവൈഎസ്പി ഹരികൃഷ്ണൻ, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേഴ്സണൽ സെക്രട്ടറി VK രവീന്ദ്രൻ എന്നിവരെയും അടുത്ത ദിവസങ്ങളിൽ വിസ്തരിക്കും.